ഹലോ ഗൈസ്, ഞാൻ ഗംഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീ എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാനൊരു ഷോർട്സ് വീഡിയോ നേരത്തെ ഇട്ടപ്പോൾ കുറേ കമൻസും എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജസും ഒക്കെ വന്നു. എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എക്സാം ഹോൾ എങ്ങനെയാണ്, എക്സാം എങ്ങനെയാണ്, ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജസും കമൻസും വന്നു. അപ്പം അതിനുള്ളൊരു ആൻസർ ആയിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക എല്ലാം ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം ഹോളിൽ ഒരു 1 hour മുമ്പെങ്കിലും എത്തിച്ചേരും. അതായത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും, റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ എത്തിച്ചേരും. അതായത് എക്സാം ടൈമിലല്ല, റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞൊരു സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സമയത്തിന് മുൻപ് തന്നെ നമ്മളവിടെ എത്തിച്ചേരും. ഇപ്പം നമ്മളിപ്പോൾ വണ്ടിക്കകത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ബ്ലോക്കോ അങ്ങനെ മഴയോ അങ്ങനെയുള്ള ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പം നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 hour മുമ്പേ തന്നെ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി, നിങ്ങളുടെ സെൻറ്ററിൽ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റും ID പ്രൂഫും കൊണ്ടുപോകാം. അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഹോൾ ടിക്കറ്റും ID പ്രൂഫും. ഈ ID പ്രൂഫും ഹോൾ ടിക്കറ്റും ഇല്ലാണ്ട് നിങ്ങളെ എക്സാം എഴുതാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ എടുത്ത് വെച്ച് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ നോക്കാം. അപ്പോൾ ഇനി ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് വെക്കുക. ID പ്രൂഫ് ഒറിജിനൽ തന്നെ വേണം, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ID പ്രൂഫ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ID പ്രൂഫ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലത്തെ സാധനങ്ങളായിരിക്കണം കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതാണ് 2 റിക്വയർഡ് ഡോക്യുമെന്റ്സ്. ഈ 2 സാധനം മതി നിങ്ങൾക്ക് എക്സാം കയറി എഴുതാൻ. വേറെ കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാച്ച് കൊണ്ടുപോകാമോ, വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാമോ, പേപ്പർ, പെൻ അതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുപോകാമോ. അപ്പോൾ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. അവർ വെള്ളം തരും, എന്നാലും നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതായത് അതിനകത്ത് വെള്ളമാണ് എന്നുള്ളൊരു സാധനം അവർക്ക് മനസ്സിലാവണം. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ മാത്രമേ അതിനകത്തേക്ക് എൻ്റർ ചെയ്യത്തുള്ളൂ. പിന്നെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാച്ച്. നിങ്ങൾക്ക് ഡിജിറ്റൽ വാച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സാധാരണ വാച്ചുകൾ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു പെൻ കൊണ്ടുപോകാം. അത് ബ്ലൂ, ബ്ലാക്ക്, പെൻസിലായാലും നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത്, പെൻസിലോ പെന്നോ എന്തെങ്കിലും ഒരെണ്ണം കൊണ്ടുപോകാം. പേപ്പർ കൊണ്ടുപോകണ്ട, പേപ്പർ അവർ തന്നെ തരും. നിങ്ങൾ പേപ്പർ കൊണ്ടുപോകണ്ട, അത് അലോ ചെയ്യാൻ ചാൻസ് ഇല്ല, പേപ്പർ അലോ ചെയ്യില്ല. ഈ 3 സാധനങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഫോണ്, അതുപോലത്തെ കാൽക്കുലേറ്റർ, ലോഗ് ബുക്ക്, ഇതുപോലത്തെ സാധനങ്ങളൊന്നും എൻട്രി ഇല്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ എന്ന് വെച്ച് പറയുന്നതേ ഉള്ളൂ. ഇതൊന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. എക്സാം ഹാളിൽ കയറുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നമ്മുടെ ഹോൾ ടിക്കറ്റ്, ID പ്രൂഫ്, അത് 2 ചെക്ക് ചെയ്യും. ഇത് 2 ചെക്ക് ചെയ്തിട്ട് അവർ തന്നെ നിങ്ങളുടെ അലോട്ടഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ സെന്ററിലേക്ക് കൊണ്ടുപോകും. അപ്പം അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള സീറ്റിൽ നിങ്ങളെ അവർ തന്നെ കൊണ്ടുവന്ന് ഇരുത്തും. എക്സാം ഹോളിൽ കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ടേഴ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഹോളിൽ കയറുമ്പോൾ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസും അതുപോലത്തെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കമ്പ്യൂട്ടറിൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മൗസ്, കീബോർഡ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോന്നോ, വർക്കാവും എന്നാലും കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പ്രശ്നം വരാൻ ചാൻസ് വളരെ കുറവാണ്, എന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തരുന്ന ഡീറ്റെയിൽസ്, അതായത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് വായിക്കുക. നമുക്ക് എന്തൊക്കെ എക്സാം ഹോളിൽ കൊണ്ടുപോകാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഹോൾ ടിക്കറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി മറ്റൊരു കാര്യം എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ് കോഡാണ്. എക്സാമിന് എന്തെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും? അപ്പോൾ ക്ലീ എക്സാമിന് ഡ്രസ് കോഡ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. എന്ത് ഡ്രസ്സ് മീൻസ് നമ്മളൊരു എക്സാമിനാണ് പോകുന്നത്, അപ്പോൾ ആ ഒരു ബേസിലുള്ള എന്ത് ഡ്രസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. എക്സാം സ്റ്റാർട്ട് ആവുന്നതിന് 30 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങളെ ഹോളിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ അലോട്ടഡ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ്
ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതായത് ഈ മാർക്കിങ്, റിവ്യൂയിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു 15 മിനിറ്റ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ക്ലീയിൽ കൂട്ടത്തില്ല. ഇനി എക്സാം സ്റ്റാർട്ട് ആവുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളോട് പറയും എക്സാം സ്റ്റാർട്ട് ആവുകയാണെന്ന് പറയും. അതുപോലെ തന്നെ എക്സാം സ്റ്റാർട്ട് ആവുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു ടൈമിംഗ് കൊടുത്തിരിക്കും, ഒരു ടൈം ലൈൻ കൊടുത്തിരിക്കും. ആ ടൈം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്യുന്ന ടൈം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ നമ്മൾ നോക്കുക. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനാണ് ഈ ടൈമിങ് നോക്കാന്ന് പറയുന്നത്. ഈ ടൈമർ നോക്കി നിങ്ങൾ ഒരിക്കലും പാനിക് ആവണ്ട. നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം എഴുതി തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനകത്ത് തന്നെ മാക്സിമം അതിനകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ടൈം പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ പോലും അവസാനത്തേക്കുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആ അവസാനത്തെ അറിയാവുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ മാർക്ക് കൂടാൻ വേണ്ടി നല്ലത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് അത് അഥവാ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവ് വരും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അവോയ്ഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അത് റിവ്യൂവിനിടുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ റിവ്യൂവിനിട്ടിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പോയി അറ്റംപ്റ്റ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും അവസാനം വന്നിട്ട് ഈ അറിയാത്ത ക്വസ്റ്റ്യൻ അങ്ങ് മാർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അറിയാതെ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതൊരു CBT ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് ഇപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റണം എന്ന് തോന്നും. നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നി അത് മാറ്റണം എന്ന് തോന്നും. അങ്ങനെ മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നിട്ട് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് CBT ടൈപ്പ് എക്സാമിനുണ്ട്. നമ്മുടെ OMR ഷീറ്റ് പോലെ ഒരെണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ പോവല്ല. നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിവ്യൂ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ റിവ്യൂ ചെയ്തോ നോക്കുക. അതിനകത്ത് ആൻസേഴ്സ് വല്ലതും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻസ്, നിങ്ങൾ വിട്ട ക്വസ്റ്റ്യൻസ് കാണും, നിങ്ങൾ അറിയാതെ വിട്ട ക്വസ്റ്റ്യൻസ് കാണും, നിങ്ങൾ മനഃപൂർവ്വം വിട്ട ക്വസ്റ്റ്യൻസ് കാണും. ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. നിങ്ങളെല്ലാം അറിയാവുന്നതെല്ലാം എഴുതിയിട്ടുണ്ടോ. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ശരിയാക്കിയോ തെറ്റാക്കിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ റാങ്കിന് നല്ലൊരു ഡിഫറൻസ് വരുന്നത് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ മതി നമ്മുടെ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ. അപ്പോൾ ഉള്ള 2 മണിക്കൂറിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു 2 മണിക്കൂർ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധയായിട്ടിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ റാങ്കിനെ അത് ബാധിക്കും. അപ്പൊ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ടൈമിംഗ് ശ്രദ്ധിക്കാന്ന്. ടൈമർ അവിടെ ഓടുന്നുണ്ടായിരിക്കും, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ടൈമർ എൻഡ് ആവും. ആ ടൈമർ എൻഡ് ആവുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല, സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ടൈമർ എൻഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. അത് നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് എന്തായാലും നോക്കുക. അത് ആദ്യമേ തന്നെ നോക്കുക. അതിനുശേഷത്തേക്കൊന്നും വെക്കരുത്. ഈ അവസാനം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ടൈമർ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് അവസാനം ഉറപ്പുവരുത്തുക. അപ്പോൾ എക്സാം ഹാളിൽ കയറുമ്പോൾ ചെയ്തു വരേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഹോൾ ടിക്കറ്റും ID പ്രൂഫും കറക്റ്റായിട്ട് കയ്യിലുണ്ടായിരിക്കുക. അതിനകത്ത് ID പ്രൂഫ് ഒറിജിനൽ തന്നെ ആയിരിക്കണം. ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുത്തത് മതി. അത് കളർ പ്രിന്റ് ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും അത് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കാം. അടുത്തതെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കളർ പെന്ന്, ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, ഏതെങ്കിലും ഒരു വാച്ച് കൊണ്ടുപോകാം. ഡിജിറ്റൽ അല്ലാത്ത വാച്ച് കൊണ്ടുപോകാം. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കീബോർഡ്, മൗസ്, അതുപോലത്തെ എല്ലാ ടെക്നിക്കൽ ഐറ്റംസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. പിന്നെ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 2 മണിക്കൂറായിരിക്കും സമയം.
നിങ്ങളുടെ സ്ക്രീനിൽ സമയം 120 മിനിറ്റ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതെല്ലാം ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. നിങ്ങൾ കറക്റ്റ് സമയത്ത് കണ്ടിന്യൂ ചെയ്ത് എഴുതി പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തോ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിവ്യൂ ചെയ്യാനിട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിവ്യൂ ചെയ്യുക. അതിന് കറക്റ്റായിട്ട് ആൻസർ അറിയാമെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിറ്റ് ആവുന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. 120 മിനിറ്റ്സിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ക്ലീ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാം ഹോളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നതെന്ന് തോന്നുന്നു. ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും. ഇനി നീറ്റ് അതുപോലത്തെ കോച്ചിങ്ങിനൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ അറിയാമായിരിക്കും. പക്ഷേ ഒരു CBT എക്സാം പുതിയതായിട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. ക്ലീനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ CBT എക്സാം എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ബൈ.